നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പി എസ് സി റാങ്ക് മേക്കേഴ്സിൻ്റെ പെർഫെക്റ്റ് ആൻസർ സെഷൻ ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ISMലേക്ക് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റിന് വേണ്ടി PSC ഏപ്രിൽ മാസം 6-ാം തീയതി നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സെറ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ ആൻസറും ഞാൻ പറയുന്ന ആൻസറുമായി കമ്പയർ ചെയ്യുക. അവസാനം ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്കുകൾ കിട്ടിയോ അവ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരപർവ്വത മേഖലയാണോ, ഉത്തര മഹാസമതലമാണോ, ഉപദ്വീപീയ പീഠഭൂമിയാണോ, തീരസമതലങ്ങളാണോ? ഇവയിൽ ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത്? മഹാനദിയാണോ, താപ്തിയാണോ, കാവേരിയാണോ, കൃഷ്ണയാണോ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ്? 2933 കിലോമീറ്റർ ആണോ, 2400 കിലോമീറ്റർ ആണോ, 3214 കിലോമീറ്റർ ആണോ, 3100 കിലോമീറ്റർ ആണോ? ഇതിൻ്റെ ആൻസർ ഞാൻ ഇപ്പം തന്നെ പറയുകയാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനിൽ എത്ര മാർക്കുകൾ കിട്ടിയെന്ന് ആദ്യമേ നോട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. 20 ടോട്ടൽ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് താപ്തിയാണ്. താപ്തിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി, ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ. അടുത്തത് ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം. ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ്. എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇനിയൊരു ചോദ്യം ചോദിക്കാം. കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണെന്ന് ചോദിച്ചാൽ ആ ഓപ്ഷൻ A ഒന്ന് നോക്കിയാൽ മതി. 2933 ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആദ്യ സ്ഥാനത്ത് കേരളമാണ്, 2-ാം സ്ഥാനമാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി ഏതാണ്? എക്സൈസ് ഡ്യൂട്ടിയാണോ, സേവന നികുതിയാണോ, വിനോദ നികുതിയാണോ, മൂല്യവർദ്ധിത നികുതിയാണോ? ഇതിലേതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അവർക്ക് ചുമർത്താൻ അധികാരം ഉള്ള നികുതി? ഓക്കെ. അടുത്തത് 6ാമത്തെ ചോദ്യം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? എന്താണ് ക്വസ്റ്റ്യൻ? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ ആവരുത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? 4ാമത്തെ ചോദ്യം എന്തായിരുന്നു? 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. അത് മിസോറാമാണ്. മിസോറാമാണ് സാക്ഷരതയിൽ 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ചുമത്തുവാൻ അനുവാദമുള്ള നികുതി എന്ന് പറയുന്നത് വിനോദ നികുതിയാണ്. എന്താണ്? എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ചുമത്താൻ അധികാരമുള്ള നികുതി. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരാണെന്ന് ചോദിച്ചാൽ അത് കാവാലം മാധവ പണിക്കരാണ്. VP മേനോൻ എന്ന് പറഞ്ഞ് എഴുതി തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത്. അങ്ങനെ എഴുതരുത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കാവാലം മാധവ പണിക്കർ തന്നെയാണ്, VP മേനോൻ അല്ല. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ K രാധാകൃഷ്ണൻ്റെയാണോ, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണോ, ജവഹർലാൽ നെഹ്റുവിൻ്റേതാണോ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയാണോ? ഓക്കെ. അടുത്ത 8ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭുവാണോ, കഴ്സൺ പ്രഭുവാണോ, ഇർവിൻ പ്രഭുവാണോ, മൗണ്ട് ബാറ്റൻ പ്രഭുവാണോ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത്? എക്കലാണോ,
ചെമ്മണ്ണാണോ, മണൽ മണ്ണാണോ, ലാട്രേറ്റ് മണ്ണാണോ? അപ്പം ഈ 3 ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എന്തായിരുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനം ആണ് എന്ന് ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്ന് ചോദിച്ചാലും ഇതേ ആൻസർ തന്നെ നിങ്ങൾക്ക് എഴുതാം, മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് ഇന്ത്യയിലല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? കരമനയാർ, നെയ്യാർ, പെരിയാർ, വാമനപുരം പുഴ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പനാണോ, ശ്രീനാരായണ ഗുരുവാണോ, ചട്ടമ്പി സ്വാമികളാണോ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആര്? ടി കെ മാധവനാണോ, കെ കേളപ്പനാണോ, എ കെ ഗോപാലനാണോ, മന്നത്തു പത്മനാഭനാണോ? അപ്പോൾ നമുക്ക് ഈ 3 ചോദ്യങ്ങളുടെ ആൻസറുകൾ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നെയ്യാറിൻ്റെ തീരത്താണ്. ഏതിൻ്റെയാണ്? നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ടി കെ മാധവനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവാരാണ്? ടി കെ മാധവനാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷമേത്? 1950, 48, 56, 46 ഇവയാണ് ഓപ്ഷനുകൾ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, കുമാരനാശാൻ, സി പി രാമസ്വാമി അയ്യർ, എ കെ ഗോപാലൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പുത്തൻ പാന എന്ന കൃതി രചിച്ചതാര്? കുറുമ്പൻ ദൈവത്താൻ, കുര്യാക്കോസ് ഏലിയാസ്, അർണോസ് പാതിരി, പാമ്പാടി ജോൺ ജോസഫ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം ഈ ഓപ്ഷനിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്നത് 1947 1947 തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്നത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ PSC റിമൂവ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. പുത്തൻ പാന എന്ന കൃതി രചിച്ചത് അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരിയുടെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? പുത്തൻ പാന എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? അർണോസ് പാതിരി. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നതെല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനുകളാണ്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആര്? ആന്റോണിയോ ഗട്ടേഴ്സ്, കോഫി അന്നൻ, ബാൻ കി മൂൺ, ബൂട്രോസ് കാലി. ഇവരിൽ ആരാണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ? ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. GST ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ ഏത്? ഗുജറാത്താണോ, തമിഴ്നാടാണോ, കർണാടകയാണോ, ആസാമാണോ? അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതിൻ്റെ ഉയരം എത്ര എന്നുള്ളതാണ് ചോദ്യം. 128 മീറ്റർ ആണോ, 182 മീറ്റർ ആണോ, 168 മീറ്റർ ആണോ, 188 മീറ്റർ ആണോ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ അത്യാവശ്യം താരതമ്യേന വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനും എല്ലാവരും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യനുകളുമാണ്. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആന്റോണിയോ ഗട്ടേഴ്സ് ആണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GST ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ ആസാമാണ്. അതും ഒരുപാട് പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാവരും പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. GST ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ ആസാമാണ്. അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 182 മീറ്റർ ആണ്. എത്രയാണ്? 182 മീറ്റേഴ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യനുകൂടെയാണ് ഉള്ളത്. ആ ക്വസ്റ്റ്യനൂടെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യനുകളെല്ലാം കംപ്ലീറ്റ് ആവും. അത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന
ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം ഏത്? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് തന്നെ ഞാൻ 5 മിനിറ്റ്സ് ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ കവർ ചെയ്ത് വന്നിരിക്കുന്നതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യനുകൾ അതിൽ നിന്നുണ്ട്. ഞാനതല്ല പറഞ്ഞു, ഇത് ഞാൻ പോയിന്റ് ചെയ്ത് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ത്രിപുര, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, സിക്കിം ഇവയാണ് ഓപ്ഷനുകൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്ററി ജനറൽ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രഞ്ജിത് കുമാറാണോ, കെ വേണുഗോപാലാണോ, തുഷാർ മേത്തയാണോ, മുകുൾ റോത്ഗിയാണോ? ഇവരിൽ ആരാണ് ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യനുകളുടെ ആൻസറോടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചോദ്യം കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസറും ഞാൻ പറഞ്ഞ ആൻസറുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ഏതാണ്? സിക്കിമാണ്. അവരുടെ 100% ഓർഗാനിക് ഫാമിംഗ് ഓക്കെ, അതിന് ആണ് അവർക്ക് ഈ അവാർഡ് ലഭിക്കുകയുണ്ടായത്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും 25ഓളം സംസ്ഥാനങ്ങൾ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. അവരെയെല്ലാം പിന്തള്ളിയാണ് നമ്മുടെ ഒരു സംസ്ഥാനമായ സിക്കിമിന് ഇത് ലഭിച്ചത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആയ വ്യക്തി ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതെന്ന് പറയുന്നത് തുഷാർ മേത്തയാണ്. തുഷാർ മേത്തയാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 20 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ പെർഫെക്റ്റ് ആൻസർ സെഷൻ ക്വസ്റ്റ്യൻ നമ്പർ 5 അറ്റൻഡ് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.